എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻട്രോയിൽ തന്നെ ചൂട് കാണുന്ന ഒരു ഐശ്വര്യമല്ലേ. നമ്മുടെ മമ്മിക്കുട്ടി അവിടെ മുറ്റം അടിച്ചുകൊണ്ടിരിക്കുന്നു. നാനും ആദിക്കുത്തനും ചുമ്മാ നോക്കിക്കേ. ആദി നോക്കി ആൻറ്റി ഇവിടെ ഒരാൾ നിൽപ്പുണ്ട്. അതാ അച്ഛാണ്ട് കൊച്ചു പറവാനെ വേണം. കൊച്ചു പറ. ചക്ക നല്ലതായിരുന്നോ? ചക്ക അടിപൊളിയായിരുന്നോ? സൂപ്പറായിരുന്നോ? ആ സൂപ്പർ. നമ്മൾ ആദിക്കുട്ടന്റെ വീട്ടിലാണ് നമ്മളുള്ളത് അല്ലേ? കമന്റ് ചെയ്യണം. എല്ലാവർക്കും ഒരു ഉമ്മയും കൂടെ കൊടുത്തേ. ഓ വൈൻഡപ്പിൽ നമ്മൾ ഉമ്മ കൊടുക്കുള്ളൂ. കഴിഞ്ഞു എൻ്റെ കൊച്ചിൻ്റെ വർത്താനോ? അടിക്കണ്ടെന്നേ മതി. അവർ രണ്ടാളും പള്ളിയിൽ പോയി രാവിലെ. ഞങ്ങൾ രണ്ടാളും അല്ല, ഞങ്ങൾ 4 പേരും അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ പോകണം. അവർ വന്നു കഴിഞ്ഞിട്ട് അല്ലേ. ഇന്ന് അരിത്ര വല്യച്ഛൻ്റെ പെരുന്നാളാണ്. ഇവിടെ എല്ലായിടത്തും അങ്ങനെ ആയിരിക്കും അല്ലേ. വാ ഇങ്ങോട്ട്. ഗീവർഗീസ് പുണ്യാളൻ്റെ നമ്മളങ്ങനെ അവിടെ ഇരുന്ന് ഞാൻ എങ്ങനെ കാണിക്കും വെച്ചാ. പിന്നെ ഞങ്ങൾ ഇന്നലെ പോകാനിരുന്നതാണ് കേട്ടോ. പക്ഷേ ചക്കയൊക്കെ കിട്ടിയപ്പോൾ അത് കഴിച്ചിട്ട് പോകാമെന്ന് ഞാൻ കഴിച്ചിട്ടത് നമുക്ക് രാത്രി നമ്മൾ ഇത്ര അടുത്തല്ലേ, അപ്പോൾ രാത്രി തന്നെ പോകാമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേങ്കിൽ അച്ഛൻ പറഞ്ഞു രാത്രിയിലാകുമ്പം ഈ വണ്ടിയുടെ റോഡിന് കുഴികൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റത്തില്ല. കുഴിയിലൊക്കെ പോയി ചാടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വിഷയമാവും. സേഫായിട്ട് ഇന്ന് രാവിലെ പോക്ക് നടക്കില്ല, ഭയങ്കര വെയിലാണ്. വൈകിട്ട് പോക്ക് നടക്കുള്ളൂ. നമ്മുടെ പൂച്ചക്കുട്ടി, കറുത്ത പൂച്ചക്കുട്ടി അവിടെ പ്രസവിച്ച് കിടപ്പുണ്ട് 3 കുട്ടികളുമായിട്ട്. അത് 2 എണ്ണം അവളെ പോലെ തന്നെ ഇരിക്കുന്നു. ഒരാൾ ഒരു ചാരക്കളർ കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഞായറാഴ്ച സ്പെഷ്യൽ വിശേഷങ്ങൾ. ഇന്നലെ ഞായറാഴ്ച കഴിക്കാൻ എന്താണെന്ന് വെച്ചാൽ ഇന്നലത്തെ പഴഞ്ചക്ക ഉണ്ട്, അത് ചൂടാക്കി കഴിക്കണം. പിന്നെ നമുക്ക് ദോശ ഉണ്ടാക്കണം. മീൻകറി ഉണ്ട്, മീൻ വറുത്തതുണ്ട്, കറി ഐറ്റംസ് എല്ലാം ഇരിപ്പുണ്ട്. ആദ്യക്കൂട്ടം നിന്ന് ഇത്തിരി നേരത്തെ എഴുന്നേറ്റ്, കാരണം അവർ പള്ളിയിൽ പോയതുകൊണ്ട് ആദ്യക്കൂട്ടം നേരത്തെ എഴുന്നേറ്റു അല്ലേ. എല്ലാവർക്കും ഉമ്മ കൊടുത്ത എല്ലാവർക്കും ഉമ്മ കൊടുത്തു. കൊച്ചു ഉമ്മ കുഞ്ഞിക്കാനും തോക്കനെ കൂട്ടി ലൈക്ക് ചെയ്യണം. നമ്മുടെ ചക്കക്കുരു ഇതാണ്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കറി വെക്കാം. ചക്കക്കുരു മാങ്ങയും കൂടെ കറി വെക്കാം. ചക്കക്കുരു അല്ലാതെ മെഴുക്കുവരട്ടി പോലെ വെക്കാം, തോരൻ വെക്കാം. ഇനി കുറച്ച് ദിവസത്തേന് ചക്കക്കുരു കൊണ്ടുള്ള ഒരു വിഭവമായിരിക്കും കേട്ടോ. ഇതാരൊക്കെയാ എൻ്റെ പുറകിൽ? ഇത് മമ്മിയും അച്ഛയും ഒരേപോലത്തെ ഡ്രസ്സ്, ഒരേ കളറുള്ള ഡ്രസ്സ്. എന്നെ ഒത്തൊരുമയാന്ന് നോക്കിക്ക്. വരാൻ പറഞ്ഞപ്പോൾ പോവാന്ന് പറയുന്ന ഒരാളെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ചെമ്പരത്തി താളി ഇവിടെ ചെമ്പരത്തി ഇല പറിച്ചിട്ട് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ പൊടിച്ച് താളിയായിട്ട് തലയിൽ തേക്കും. ഇതെനിക്ക് നമ്മുടെ സബ്സ്ക്രൈബർ ഒരു ചേച്ചി കമൻറ്റ് ചെയ്താണ് കേട്ടോ ഇങ്ങനെ ചെയ്യാമെന്ന്. കാരണം ഞാൻ പറഞ്ഞു ഇവിടെ ഇഷ്ടം പോലെ വെള്ളമുണ്ട്, പക്ഷേ ഇവിടെ വെള്ളമില്ല, പക്ഷേ ഇഷ്ടംപോലെ ചെമ്പരത്തി ഉണ്ട്. വെള്ളമില്ലാത്തതുകൊണ്ട് നമുക്ക് തേക്കാൻ പറ്റത്തില്ല. കണയൻകോല് ചെന്ന് കഴിഞ്ഞാൽ വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ ഈ ഒരു സാധനമില്ല. ഇപ്പോൾ നമ്മൾ കട്ടപ്പനയിലായതുകൊണ്ട് വെള്ളമുണ്ട്, ഈ സാധനമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ചേച്ചി പറഞ്ഞാണ് ഇങ്ങനെ ഉണങ്ങി വെച്ചാൽ മതി, നല്ലതാണെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തതിന് കൊണ്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ സംഭവം നല്ല. ആദ്യക്കൂട്ടം ഒരു ഉമ്മ കൊടുത്ത ആദ്യക്കൂട്ടം എല്ലാവർക്കും ടാറ്റ കൊടുത്തേ. ടാറ്റ ബൈ ബൈ പറ. ബൈ ബൈ ബാബ പറഞ്ഞു കൊച്ച്. ബൈ 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 പറഞ്ഞു. ഓ നമുക്ക് 2 ചക്കയും കൂടി ഇരിപ്പുണ്ട് കേട്ടോ. ഇത് പഴുപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ആൻറ്റി അങ്കിളായും തന്നതാണ്. ഇത്
ഒരു പ്രാവശ്യം കൂടെ വേവിക്കാനുള്ളൂ. ഇതിനെ നമ്മൾ വെട്ടി ഫ്രിഡ്ജിലാക്കുക. എന്നിട്ട് ഇവരെപ്പോഴാച്ചാൽ വേവിച്ച് കഴിക്കട്ടെ. അടുത്ത ആഴ്ച ഞങ്ങൾ വീണ്ടും വരുമ്പോൾ ഞങ്ങൾ ഇനിയും പോയി പറിക്കും. അപ്പോഴത്തേക്കും ഈ കുട്ടപ്പായി പഴുക്കും അല്ലേ? നല്ല സൂപ്പറാന്നാണ് പറഞ്ഞത് കേട്ടോ. എന്നാൽ ചക്കപ്പുഴുക്കും അടിപൊളിയായിരുന്നു. എല്ലാവരും കൊതിപ്പിക്കുകയാണ്, എനിക്കറിയാം. കാരണം നിങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒടിഞ്ഞു പോയ വാഴക്കൊലയിൽ നിന്ന് നമ്മൾ കാവെട്ടി ഇരിഞ്ഞ് വെച്ചേക്കുന്നതാണ് കേട്ടോ. കറി വെക്കാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നിനുമല്ല. പഴം ഇഷ്ടം പോലെ എല്ലാ പ്രാവശ്യവും കൊണ്ടുവരും. അപ്പോൾ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇരിഞ്ഞ് വെച്ചേക്കുന്നതാണ് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി. നമുക്ക് ബൈക്കിനായതുകൊണ്ട് അധികം കൊണ്ടുപോകാനും പറ്റില്ല, അല്ലെങ്കിൽ ഒത്തിരി ആവശ്യമില്ല. നമ്മൾ 2 പേരല്ലേ ഉള്ളൂ. ആദികുട്ടാ ശല്യം പുറകെ നടക്കാം. ഉമ്മ പോവാണോ ഇവിടെ? ബൈ ബൈ. എന്റെ ചക്കരക്കുട്ടിയാണോ? ചക്കരക്കുട്ടി കട്ടപ്പനയ്ക്ക് വരുന്നുണ്ടോ? പ്രദക്ഷിണം ഇറങ്ങി പള്ളിയിൽ. നമ്മുടെ ഇന്നലത്തെ ചക്കപ്പുഴുക്കിരിക്കുന്നു. മത്തി വറുത്തതിരിക്കുന്നു. ഇനി എന്താ ചൂട്ടുമോനെ? കേരമീൻ കറി വെച്ചതിരിക്കുന്നു. എൻ്റെ മത്തിക്കറി മിസ്സിങ്. മത്തിക്കറി ഉണ്ടല്ലോ ഇതിൻ്റെ അടിയിലായിട്ടിരിക്കുക. അതുകൊണ്ട് കാണിച്ചു തരാൻ പറ്റും. നമ്മുടെ കുട്ടുവിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ പോകുന്നു. എന്താ പറയാമോ? ദോശയും ചമ്മന്തി. മൈദമാവിന്റെ ആടാ. ഏതെങ്കിലും നാട്ടിൽ പട്ടി ദോശ തിന്നുന്നുണ്ടോ? കഥാപ്രസംഗം പറയാതെ എനിക്ക് താടിയെന്ന്. ഏതെങ്കിലും നാട്ടിൽ അട തിന്നുന്ന മൈദ അട തിന്നുന്ന കുട്ടു പട്ടികളുണ്ടോ? എത്രയും ഗതികെട്ടൊരു പട്ടി വേറെ എവിടെയും കാണിക്കും അല്ലേ പൊന്ന? അവന് ഇഷ്ടമാട്ടോ മൈദയുടെ അട. കഴിച്ചോളാം തന്നെ. ഇനി പൊന്ന് കഴിച്ചോട്ടി. പ്രായമായി എൻ്റെ കുട്ടൂസന്. എന്തോ പട്ടി ചാടുമൊന്നുമില്ല. അവൻ ഭയങ്കര ഇഷ്ടത്തോടെ ആ സാധനം കഴിക്കുക. എന്നാലും 2 കൊടുത്തിട്ടേക്കാം. നമുക്ക് പാവാണ് കേട്ടോ. എന്ത് കൊടുത്താലും കഴിച്ചോളൂ. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മളങ്ങനെ ഇറച്ചിയൊന്നും എപ്പോഴും മേടിച്ചു കൊടുക്കാറൊന്നുമില്ല. നമ്മൾ എന്താണോ കഴിക്കണേ ആ സാധനം പാവത്തിന് കൊടുക്കും. അപ്പം നമ്മൾ ഇപ്പോഴത്തെ കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പള്ളിയിലൊക്കെ പോയിട്ട് വന്നു അല്ലേ? അമ്മയിലെ പാത്രമൊക്കെ കഴുകി നടപ്പുണ്ട്. ഞങ്ങൾ പോവാണ്. ഇച്ചിരി കൂടെ കഴിയുമ്പോൾ വെയിലാറിയിട്ട് അതിൻ്റെ ഇവരിന്ന് ഐക്യം വന്നു. ഇവർ ഭയങ്കര ഐക്യത്തിലാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, 2 ദിവസമായി വന്നിട്ട്. എന്ന് വന്നാലും 2 ദിവസം നിൽക്കും. പിറ്റേന്ന് പോകണമെന്ന് പ്ലാൻ ചെയ്യും. ചക്ക കൊതി കൊണ്ട് ചക്ക പൈസ കൊടുത്ത് മേടിച്ചാലോ എന്നൊരു ചിന്തിച്ച നിമിഷം. അപ്പോൾ പിന്നെ ഇവിടെ കിട്ടിയപ്പോൾ അത് പിന്നെ കഴിക്കാതെ പോകാൻ പറ്റില്ലല്ലോ. അപ്പം കഴിച്ചു. ഞങ്ങൾക്ക് 2 പേർക്കായിട്ട് അല്ലെങ്കിൽ പിന്നെ നമ്മളവിടെ ചെന്ന് ഉണ്ടാക്കണം. അതുകൊണ്ട് ഞങ്ങൾ ബുദ്ധിമുട്ടാണ്. കാരണം ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊണ്ടുപോകാന്നുള്ളത്. കാരണം ഇവിടുന്ന് വെട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇത് പൊളിച്ചു പോകും. പിന്നെ നമ്മൾ ആ കഷ്ടപ്പെട്ടത് വെറുതെ ആകും. അതിലും ഭേദം ഇവിടെ വെച്ച് തന്നെ എല്ലാവരുടെ കൂടെ കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ കഴിക്കുകയും ചെയ്യും. അവിടെ ആണെങ്കിൽ ഉണ്ടായി കഴിഞ്ഞ് ചിലപ്പം നമ്മൾ ഒരു 2 പേരെ ഉള്ളതും കൊണ്ട് മാത്രം ചിലപ്പോൾ കഴിച്ചാലായി, ഇല്ല ചിലപ്പോൾ കഴിക്കുകയല്ല. ആ ഒരു അവസ്ഥയിലാണ്. അപ്പം അതുകൊണ്ട് എന്നാലും ചക്ക ഉണ്ടായ സമയത്ത് കഴിച്ചു. അന്ന് ഒരാഴ്ച ഇതുപോലെ ഉണ്ടാക്കിയത്. അന്ന് മറ്റേ എന്തോ ഭയങ്കര കയ്പായിരുന്നു. വീട്ടിൽ വെച്ച് ഇത് ഇങ്ങനെ പ്രഗ്നന്റ് ആയതിനു ശേഷം കഴിച്ചു. ആ സമയത്ത് ഫുഡൊന്നും കഴിക്കുന്ന സമയമല്ലായിരുന്നു. ഇത്തിരി കഴിച്ചല്ലേ അന്നോ? ടേസ്റ്റ് നോക്കിയത് മാത്രമേ ഉള്ളൂ. പച്ചച്ചോള കഴിച്ചു. പച്ചച്ചോള കഴിച്ചപ്പോൾ ഒരു കയ്പൊന്നും ഇല്ലായിരുന്നു. വേവിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഇച്ചിരി ടേസ്റ്റ് ചെയ്യാം. ഭയങ്കര ഹെൽത്തിയായിരുന്നു. ഒരു സാധനം കഴിക്കുന്ന സമയമല്ല. അപ്പോൾ കൊണ്ടുത്തന്നപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ശരിക്കും കഴിച്ചു. അവിടുന്ന് കുറച്ചുകൊണ്ട് ഇവർ 2 പേരും കൂടെ പോയി രാത്രി കൊണ്ടുവന്ന് ഓർക്കുന്നുണ്ടോ? നമ്മൾ വന്ന വഴി അങ്ങനെ. അതെ, നമ്മൾ എന്താ കറി കൂട്ടിയതൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഈ വെയിലും കൂടെ ആയതുകൊണ്ട് നല്ല
പൊടിഞ്ഞ് നല്ല വിട്ടുപോലെ അന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു, വെട്ടിയപ്പോഴേ ഞാൻ പറഞ്ഞില്ലായിരുന്നു. എന്നാലും അടിപൊളിയായിരുന്നു എന്തോ. ചൂട് കുറവുണ്ട്. ഇവിടെ വന്ന പിന്നെ 2 ദിവസം രാത്രി വന്നിട്ട് ആ ശരിയാ, പകലുള്ള ചൂടേ ഉള്ളൂ, വൈകിട്ട് ഒരു യാതൊരു കുഴപ്പമില്ല. നല്ല ഫാൻ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കമ്പിളിയും പൊതിച്ചു കിടക്കാം. അതൊരു പ്രത്യേക വൈബാണല്ലോ. അവിടെ നമുക്ക് ഉറക്കം നടക്കുന്നേ ഇല്ല കേട്ടോ, എത്ര ദിവസമായി. അതാണ് ഈ ചൂടിന്റെ ഇതുകൊണ്ടാണ് ഉറക്കം ശരിയാവാത്തത് കൊണ്ട് രാവിലെ എഴുന്നേൽക്കുന്നതിന്റെ ബുദ്ധിമുട്ടുണ്ട്. ഉറക്കം രാത്രി ഉറങ്ങാത്തോണ്ട് രാവിലെ താമസം എഴുന്നേൽക്കും. അപ്പൊ തന്നെ ഒരുമാതിരി ആകും. പിന്നെ ഒരു എല്ലാം ഒന്ന് ഓർഡർ ആകുന്നില്ല. അപ്പം വൈകിട്ട് വെയിലൊക്കെ കുറഞ്ഞ് ഭയങ്കര ചൂടല്ലേ ഇപ്പം, വെയിലൊക്കെ കുറഞ്ഞ് കഴിയുമ്പോൾ പോകാൻ വേണ്ടി ഇരിക്കുന്നു. ഈ ആഴ്ച നമുക്ക് ലാസ്റ്റ് അപ്പോൾ വീണ്ടും വരണം. 5ാം മാസം സ്കാനിങ് ഉണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ ഒന്ന് എല്ലാവരും കുറച്ച് പേര് ചോദിച്ചാൽ എന്താ പോയിട്ട് എന്തായാലും നമ്മളതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഈ കാലിൻ്റെ വേദനയ്ക്ക് കുറേ ഒരു ഗുളികയും കൂടെ തന്നു. അത് നല്ല ഭയങ്കര വേദനയാണെങ്കിൽ മാത്രം കഴിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. ഞാൻ ലാസ്റ്റ് പറഞ്ഞു കേട്ടോ, വേണ്ട സാരല്ല, ഇതൊക്കെ ഉള്ളതല്ലേ എന്നുള്ള രീതിയിലും ഡോക്ടറിന് കുഴപ്പമില്ല, നല്ല ഭയങ്കര വേദനയാണെങ്കിൽ കഴിച്ചു. ചൂട് കുറവായിട്ട് വേദന കുറവുണ്ട് സത്യമായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഹോസ്പിറ്റലിൽ പോയി സ്കാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും അറിയത്തുള്ളല്ലോ കൂടുതലായിട്ട്. ഇതിപ്പോൾ നമ്മൾ ഇന്നലെ ഇത് നോക്കിയപ്പം എന്താ ഹാർട്ട് ബീറ്റ് നോക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടി. ഭയങ്കര സന്തോഷം. പിന്നെ അടുത്ത ആഴ്ച വരണം, ഒന്നില്ലെങ്കിൽ അവിടെ ചെയ്യാം അല്ലെങ്കിൽ പുറത്ത് ചെയ്യാമെന്ന് പറഞ്ഞു. നമ്മളൊന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല. പിന്നെ വേറെ പ്രത്യേകം ഇവിടെ വരുമ്പോഴത്തേനും ചിലപ്പം സമയം കൂടുതൽ പോകും. നമ്മൾ ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു, കുറേ പേര് കാണുമല്ലോ. പക്ഷെ നമ്മൾ വേറെ എവിടെയെങ്കിലും ബുക്ക് ചെയ്യുക അങ്ങനെ പോവുകയാണെങ്കിൽ വലിയ താമസം വരില്ലായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പം ബാക്കി നമ്മൾ വേറെ സ്കാൻ ചെയ്തിട്ട് നമ്മൾ രാവിലെ അങ്ങ് ചെല്ലുവാണെങ്കിൽ എളുപ്പമുണ്ട്. മറ്റേ ഇവിടെ സ്കാനിങ് ഉച്ച കഴിഞ്ഞായിട്ട് ഭയങ്കര തിരക്കായിരിക്കും, പാതിരാത്രി ആവും വരുമ്പോൾ. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പോയി ഇരിക്കുക എന്ന് പറയാൻ ബുദ്ധിമുട്ടാണല്ലോ. സ്കാനിങ്ങിന് വേണ്ടി ഒരുപാട് പേര് കാണും. കാരണം അവിടെ വ്യാഴാഴ്ചകളിൽ മാത്രമേ ഉള്ളൂ സ്കാനിങ് ഉള്ളൂ. അപ്പം അതുകൊണ്ട് അവർ ആ ബുക്ക് ചെയ്തിട്ട് ആ ഒരു ഇതിൽ ഒരുപാട് പേര് ഇവിടെയൊക്കെ വേറെ അടുത്ത് പുറത്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ട്. എല്ലാ ദിവസവും ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതിയല്ലോ. അങ്ങനെ ഓർത്തിരിക്കുന്നു. കാരണം അവിടെ പോയി ഇരിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരികയാണ്. ഒത്തിരി പേര് പറയുന്നുണ്ട് ഞാൻ ഭയങ്കരമായിട്ട് മെലിഞ്ഞാണ് ഇരിക്കുന്നത്, ക്ഷീണിച്ചു പോയി ഭയങ്കര. അതാണ് ഇപ്പോഴാണെന്ന് ഫുഡ് കഴിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിൻ്റെതായ ഒരു പച്ചപ്പ് ചെറുതായിട്ട് വരുന്നതേ ഉള്ളൂ. പച്ചക്ക വരുന്നതേ ഉള്ളൂ. ഇച്ചിരി കൂടി വെയിറ്റ് ചെയ്യുമ്പോൾ ചിരിച്ച പച്ചക്ക. പിന്നെ ഞാൻ ഒരുപാട് വണ്ണം വയ്ക്കുന്ന അങ്ങനത്തെ പ്രകൃതമേ അല്ല കേട്ടോ. എന്തോരം നന്നായിട്ട് കഴിച്ചെന്ന് പറഞ്ഞാലും ഞാൻ അത്ര ആവില്ല. പിന്നെ ഇനിയിപ്പോൾ ഈ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് എങ്ങനെ ഇച്ചിരി വണ്ണം വെച്ചെങ്കിലും ഉള്ളൂ കേട്ടോ. അല്ലാതെ ഞാൻ വണ്ണം വയ്ക്കുന്ന ടൈപ്പല്ല. പഞ്ഞം പട്ടിണി എന്നല്ല കേട്ടോ. ഇപ്പം ഞാൻ കുറേശ്ശെ കഴിക്കുന്നുണ്ട്. അത്യാവശ്യമല്ലേ എല്ലാവരും കഴിക്കുന്ന പോലെ എല്ലാ ഫുഡും വിശേഷം കഴിച്ചു തുടങ്ങി. ഓ ശരി കേട്ടോ, വേറെ വിശേഷം ഇത്രയേ ഉള്ളൂ അല്ലേ. ഫോൺ വിളിച്ചിട്ട് കട്ട് ചെയ്യുന്ന പോലെ. എന്നാ ശരി. ഫോണിൽ ആദ്യക്കൂട്ടം പാട്ട് വെച്ചിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വരുന്നത് അല്ലേ. അപ്പം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.